ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ബാൻഡുമായിട്ടാണ്. ഇതെന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനിന്ന് ഈ ഹെയർ ബാൻഡ് വെച്ചിട്ട് ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം, പക്ഷേ കുറച്ച് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ എടുക്കണമെന്നേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതൊന്നുമല്ല, ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ 2 ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പും ഒരു റൗണ്ട് ഷേപ്പും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇത് കണ്ടില്ലേ, 12 സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ക്വയറിൻ്റെ ലെങ്തും വിഡ്ത്തും 12 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ ഏത് അളവെടുത്താലും സ്ക്വയറും സർക്കിളും ഒരേ അളവിന് എടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഞാനിപ്പോൾ 12 എടുത്തേക്കുന്നത് അതുപോലെ. ഇനിയിപ്പോൾ ഇത് ഷേപ്പ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലോത്ത് വിരിച്ചിട്ടിട്ട് ഇനി പേപ്പർ വെച്ചിട്ട് അതിലൊന്ന് വരച്ചു കൊടുക്കാം. ക്ലോത്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 പീസും ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളിത് സെയിൽ ചെയ്യാനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ആ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ അത് ക്ലോത്തിൻ്റെ മേലെ വെച്ച് പെട്ടെന്ന് ഒരുപാട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പീസൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് പേപ്പർ ആയതുകൊണ്ട് കാർഡ്ബോർഡ് പീസാണെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ പേപ്പർ ആയതുകൊണ്ട് കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ തെന്നി മാറിയൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ 2 പീസ് വേണം. അതായത് സ്ക്വയർ 2 പീസും സർക്കിൾ 2 പീസുമാണ് വേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ മെറ്റീരിയൽ ഒരു ബ്ലൂവിൽ ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ്. ആ മെറ്റീരിയലിൻ്റെ എൻഡിൽ നൂല് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ഷെയ്ഡാണെന്ന്. ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഞാനിതൊരു സ്കേർട്ടിന് ഹാൻഡ് വർക്കൊക്കെ ചെയ്തൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് അയൺ ചെയ്താൽ നല്ല ഭംഗിയാണ്. ഈ സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും, നല്ല സ്റ്റിഫായിട്ടിരിക്കും, നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ബാക്കി വന്ന പീസൊക്കെ ഒരു കവറിലാക്കി വെച്ചിരുന്നതുകൊണ്ട് ഇത് ചുളിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പീസ് സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തേക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ ക്ലോത്തിൽ റൗണ്ട് ഷേപ്പിന് നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതേ ഷേപ്പിന് 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ ബാൻഡിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഹെയർ ക്ലിപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയറും 2 പീസ്, റൗണ്ടും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ സ്ക്വയർ ഷേപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 പീസ് ഒന്നിച്ചെടുത്ത് വയ്ക്കുക. ഒന്നിൻ്റെ മേലെ ഒന്നെടുത്ത് വെച്ചിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അതിന് ചുറ്റും, അതായത് സ്ക്വയറിന് ചുറ്റും നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ആ മാർക്ക് ചെയ്യാത്ത ഭാഗമില്ലേ, ആ കുറച്ച് ഭാഗം നമ്മൾ വിടണം, സ്റ്റിച്ച് ചെയ്യാതെ വിടണം. നമ്മൾ ഈ സ്ക്രഞ്ചീസും നമ്മൾ സാധാരണ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൂടെ നമുക്കിത് മറിച്ചിടാം. മറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് ആ 4 അരികു വശം വരുന്നില്ലേ, അവിടെ ഒന്ന് ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അത് തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തയ്യൽ തുമ്പ് സ്റ്റിച്ച് കട്ടായിട്ട് പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഓപ്പണായിട്ട് വരുന്ന ഭാഗവും ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ എഡ്ജിൽ സ്റ്റിച്ച് വരാത്ത വേറൊരു മെത്തേഡുണ്ട്, അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ എഡ്ജസൊക്കെ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്താൽ മതി.
ഇത് ഇപ്പോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്ത് സൈഡിലൂടെ ചെറിയൊരു സ്റ്റിച്ച് കൊടുത്ത് ക്ലോസ് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരുന്നതില്ലേ അതും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഇത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിസേഴ്സ് വെച്ച് നേരത്തെ പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സൈഡിൽ കൂടെ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്യാം. അപ്പോൾ നല്ല ഷേപ്പിന് വരാൻ വേണ്ടിയിട്ടാണ്, നല്ല സ്റ്റിഫായിട്ട് നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആ ട്രയാങ്കിൾ, അതായത് സ്ക്വയർ പീസ് ഇല്ലേ, അതൊരു ട്രയാങ്കിൾ ഷേപ്പിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ആ സെൻറ്ററിലൊരു ലൈൻ വരും ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് സർക്കിളൊന്ന് രണ്ടായിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് അതും ഒന്ന് അയൺ ചെയ്ത് എടുക്കണം. ഇത് അയൺ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് പീസിൻ്റെ സെൻറ്ററിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ കാണാം. അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീനിലാണ് ചെയ്യുന്നതെങ്കിൽ ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്കത് ചുരുക്കി എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് നീഡിലിൽ ത്രെഡ് കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സെയിം കളർ ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ത്രെഡൊന്നും കാണില്ല, എങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ സെയിം കളർ ത്രെഡ് ഉള്ളതുകൊണ്ട് എടുത്തതാണ്. ഇനി നമുക്കിത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ റൗണ്ട് ഷേപ്പുള്ളതാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്വയർ പീസിൽ അതിലും ചെയ്തെടുക്കണം. ഇതൊന്നിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇത് റൗണ്ട് പീസിൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേ നീഡിൽ വെച്ചിട്ട് തന്നെ ഇനി ആ സ്ക്വയർ പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് എൻഡിൽ നിന്നും ത്രെഡ് പിടിച്ചൊന്ന് വലിച്ചിട്ട് അത് ചുരുക്കിയെടുക്കണം. ചുരുക്കി രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആദ്യം റൗണ്ട് ഷേപ്പ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ചുരുക്കിയെടുത്ത് കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്ക്വയർ പീസും അങ്ങനെ ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് സെൻറ്ററിലൂടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം അത് നല്ല ഷേപ്പിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ, കാരണം രണ്ടും ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഇപ്പോൾ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ കെട്ടിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ടാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇതേ സെയിം ക്ലോത്ത് എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിന് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ബാക്കിൽ ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ലേസിൻ്റെ പീസുണ്ട്. ഇത് ഏതോ ഒരു ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് മുൻപ്. ബാക്കി വന്നത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ആദ്യം ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ബാൻഡ് ഇതിൽ സ്റ്റിച്ച് ചെയ്താണ് വയ്ക്കുന്നത്. അതിന് മേലെ കൂടെ ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലേസ് ഞാൻ ഒരു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലേസ് തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ബീഡ്സോ സ്റ്റോണോ ഒക്കെ വെച്ച് കൊടുക്കാം. ഈ ബട്ടർഫ്ലൈ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പാക്കി ഒന്ന് വെച്ച് കൊടുക്കണം. നിങ്ങൾക്കിത് സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ആ ലൈസിന് പകരമായിട്ട് ഈ സെയിം ക്ലോത്ത് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ കുഞ്ഞ് പീസ് ലേസ് ബാക്കി വന്നിട്ടുണ്ട്. അതിൽ പേൾസും സ്റ്റോണും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞ് പീസല്ലേ, അപ്പോൾ വേറെ ഒന്നിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ ബീഡ്സും സ്റ്റോണും ഒക്കെ ഞാൻ റിമൂവ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ബട്ടർഫ്ലൈയിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട് ഭംഗിയുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ക്ലോത്തോ ലേസോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.